Watch India's largest kids library only on Jio Hotstar. Download the app now. അതെ അവനെ പിടിക്കേ ശിവ പിടിക്കേ അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ആരാണ് ആരാണ്? നിങ്ങളൊരു സ്വപ്നം കാണുകയാണ്, ഉറങ്ങുകയാണ്. ഉറങ്ങാണെന്നോ? ആരാ പറഞ്ഞെന്ന്? എടോ താനാരാ? എടാറാം ഇവനെ പിടിക്കേ, വേഗം പിടിക്കാൻ. ഹലോ ശിവ, ഐ, ഐ. നിനക്കങ്ങനെ രക്ഷപ്പെട്ടു പോവാൻ കഴിയില്ല. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. വേണ്ട എന്നെ പിടിക്കേ, ആരെങ്കിലും രക്ഷിക്കണേ, വേഗം പിടിക്കാൻ. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ് പോലും. ധൈര്യത്തിൽ വെറും സീറോ, മനസ്സിലുള്ള വിചാരോ ഹീറോ എന്നാ. നീ എന്തായി കാണിക്കുന്ന കുട്ടി? വഴിയുടെ നടുക്കുന്നില്ല നിൽക്കുന്നേ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. അതെന്താണത്? ജീവനുണ്ടതിന് അനങ്ങൊന്ന് മുന്നോട്ട് വരുന്നേ. പേടിക്കുന്നേ? അതേ എലിനൊന്നല്ലോ, നമുക്ക് എന്ന് നോക്കിയാലോ? എനിക്കൊരു കുഴപ്പമില്ല, ഞാനിപ്പോ രക്ഷപ്പെട്ടല്ലോ. ഇതെന്താ ലഡ്ഡു സിംഗ് സാർ ഇവിടെ? ആ കള്ളൻ എന്റെ മേലെ ഐസ് എറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. ഇവിടെ സ്കിം, അതും ഈ റോട്ടിൽ. ഇവിടെ ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത്. Good morning viewers.
രാവിലത്തെ ചായ കുടിക്കൊപ്പം ഈ വാർത്തകളും കൂടി ഒന്ന് കേട്ടോളൂ. ഇന്നലെ രാത്രി മെയിൻ റോഡിൽ നടന്ന സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവം കണ്ടവരിൽ ചിലര് പറഞ്ഞത് റോഡ് മുഴുവനും പെട്ടെന്ന് ഐസായി മാറിയതും കുറെ കഴിഞ്ഞപ്പോൾ അത് അലിഞ്ഞില്ലാതാവുന്നതും കണ്ടു. പക്ഷേ ഇങ്ങനെയൊരു കാലാവസ്ഥ പെട്ടെന്നുണ്ടാവാൻ സാധ്യതയില്ല. റോഡിൽ ഇങ്ങനെ ഐസ് എവിടെ നിന്നാണ് വന്നത്? പെട്ടെന്ന് എങ്ങനെയാണ് ഐസ് കാണാതായത്? ഇതെന്താ നാച്ചുറൽ ആക്ടിവിറ്റി ആണോ അല്ലെങ്കിൽ വല്ല മാജിക്കുമാണോ? ഭീം സിംഗ്, പെട്ടെന്ന് ആ ലഡു സിംഗ് വരാൻ ചാൻസ് ഉണ്ട്. വേഗം ചെന്ന് ജനലുകളും വാതിലും ഒക്കെ അടച്ചേക്കും. വാതിലും അടച്ചേക്കാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് എന്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചൂടായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. വെറുതെ കിടന്ന് ഡയലോഗ് അടിക്കേണ്ട ലഡു സിംഗ്. ഐഡിയം പറഞ്ഞ് ശിവയെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ വന്നത്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശിവയെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടു പോകാറാ പതിവ് അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇല്ല മുത്തശ്ശി, ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് എനിക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹമാണ്. നിങ്ങൾ എന്നെ അങ്ങനെ കുറ്റം പറയരുതേ. അല്ല മുത്തശ്ശി, എനിക്ക് ശിവേനെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ പുറത്ത് എവിടെയെങ്കിലും വെച്ച് അവനെ കാണാമല്ലോ, അല്ലേ ശിവ? എന്നാ ശരി മുത്തശ്ശി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ശിവ, ബൈ. ന്യൂസിൽ ഞാൻ കണ്ടു, ഇന്നലെ രാത്രി ആൾക്കാരൊക്കെ റോഡിൽ ഐസ് കണ്ടിരിക്കുന്നു. അങ്ങനെ റോഡ് ഐസിൽ ഉറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് എങ്ങനെയാ കാണാതെ പോയത്? എനിക്കത് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ശിവ, ഞങ്ങള് ഈ ലഡു സിംഗ് സാറ് ഐസിൽ ഉറഞ്ഞു പോയത് നേരിട്ട് കണ്ടതാ. ഇതുപോലെ ചെയ്യാതെ ചിലപ്പോ ആ ഏലിയൻസിന്റെ ജോലികളായിരിക്കും. ഐ നോ. എന്നാലും അത് ഏലിയൻ ആയിരിക്കില്ല. എന്നാലും അത് ആരായിരിക്കാനാ സാധ്യത? ആര് ചെയ്താലും ശരി, വളരെയേറെ തരം താന്ന ക്വാളിറ്റിയാ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ അത് പെട്ടെന്ന് കാണാതെ പോയത്. ഇതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം ഞാൻ ഐസിന്റെ മധുരം കഴിക്കാനായിട്ട് പോയി. പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങളാരും വിശ്വസിക്കില്ല. എന്റെ കൂട്ടുകാരെ വിളിച്ചപ്പോ ഞാനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയതേ ഉള്ളൂ. എന്റെ കയ്യിലിരുന്ന ഐസ് ഉണ്ടല്ലോ പെട്ടെന്ന് അരിഞ്ഞു വെള്ളമായെന്ന്. എനിക്കാണെങ്കിൽ മനസ്സിലായൂല. ഇന്നത്തെ കാലത്ത് എല്ലാ സാധനങ്ങളും വ്യാജമാണെന്നേ. അതെ, ശരി, കൊള്ളാമതി. സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ എളുപ്പാക്കി തന്നല്ലോ. നിന്റെ ഐഡിയ നന്നായിരുന്നു. ഐഡിയയോ? ഞാനോ? എന്തോന്ന് ഐഡിയ? അതായത് ആരാണാവോ ഈ പണിയൊക്കെ ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐസ് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുന്നത്. അത് ക്വാളിറ്റി കൂടുതലാണോ ഇല്ലയോന്ന് അറിയണ്ടല്ലോ. ഓ യെസ് യെസ്, താങ്ക് യു. അല്ലേലും ഞാൻ ആരാ മോൻ, ഞാൻ എടുക്കണോ? ഓക്കെ, ഓരോരുത്തരെ പൊക്കി പറയുന്ന നമുക്ക് നീ നിർത്താം. ഹൈ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്ലാൻ എന്താണ് അത് പറയൂ. ലഡു സിംഗ് സാറേ, അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് എന്ത് മോഷ്ടിക്കാനായിരുന്നു പറ. ആ ശരിയാ, ഞാൻ അതിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ശിവ, ആ കള്ളൻ ഏതോ ഫയൽ അന്വേഷിച്ച് വന്നതാണ്. അവിടെ ഒരുപാട് ഫയല് താഴെ വീണിട്ടുണ്ടായിരുന്നു. അവൻ ഏതോ ഒരു ഫയല് ചെക്ക് ചെയ്യാൻ വന്നതായിരിക്കും. ലഡു സിംഗ് സാറേ, മോഷ്ടാവിന് ആവശ്യമുള്ള ഫയല് നിങ്ങളുടെ അടുത്തുനിന്ന് അവന് ലഭിച്ചിട്ടില്ല. അപ്പോ അതിന്റെ അർത്ഥം നോക്കാൻ പോയാല് അവൻ വീണ്ടും ഇന്ന് രാത്രി വരാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അലേർട്ടായിട്ടിരിക്കണം, മനസ്സിലായോ? ആയിക്കോട്ടെ. അല്ലെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയ വെപ്രാളം മാത്രമേ ഉള്ളൂ. ഇനി ഒരിക്കൽ കൂടി വന്ന് അവൻ എന്നെ സ്നോമാൻ ആക്കി മാറ്റാൻ ശ്രമിച്ചാലോ? നീ എന്റെ വഴിക്ക് പോയിക്കോ, പകരം ഞാൻ നിന്റെ വഴിക്ക് പോയി വീട്ടിൽ ചെന്ന് ഉറങ്ങിക്കോളാം. പെടറാം, എന്റെ പാന്റിനകത്ത് എന്തോ കേറിയിട്ടുണ്ട്. എന്താ സാറേ എത്രയോ വലിയ കള്ളന്മാരൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇത്ര ചെറിയ കൂറകളെ പിടിക്കാൻ പറ്റുന്നില്ലേ? സാറ് മറന്നു പോയോ? സാറിന്റെ പേരേ ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ പോയാലും നല്ല പ്രശസ്തി ഉള്ളതാണല്ലോ. എടോ, തന്റെ വാചകം നിർത്തി ഇതിനൊന്ന് പുറത്തേക്കാക്കണോ? ഈ പോലീസ് സ്റ്റേഷനിൽ കുറെ കൂറകളുടെ ശല്യം ഉണ്ടെന്ന് എനിക്കൊരാൾ ഫോൺ ചെയ്തിരുന്നു. സാറ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യട്ടെ. സാർ എന്ത് പറയുന്നു?
അത് കൊള്ളാം. എന്തൊരു ചോദ്യമാണത്. വേഗം ചെയ്തേക്കുന്നേ. എവിടൊക്കെ കൂറകളുടെ ശല്യം ഉണ്ടോ അവിടൊക്കെ ചെയ്തേക്ക്. എന്നാ ഓക്കെ സാർ. അതിനു മുമ്പ് ഈ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഫയലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം സാറേ. കാരണം മറ്റൊന്നുമല്ല, ഞാൻ അടിക്കാൻ പോകുന്ന സ്പ്രേയിലെ കെമിക്കലേ ഭയങ്കര വീര്യം കൂടിയതാണ് സാറേ. ഫയലിനൊരു കേടുപാടും പറ്റാൻ പാടില്ലല്ലോ. അതിനെ കുറിച്ച് താൻ വിഷമിക്കണ്ട. എടാ റാം, എല്ലാ ഫയൽസും ഇപ്പൊ തന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഇനി പറയാ, ഇത് ചെയ്യാൻ തനിക്ക് എത്ര പൈസ തരേണ്ടത്? സാറേ, സാർ എന്തായി പറയുന്നത്? സാറിന്റെ അടുത്തൊക്കെ ഞാൻ പൈസ മേടിക്കാവോ? സാറ് നല്ല മനുഷ്യനല്ലേ, ബലശാലിയാണ്, ധൈര്യമുള്ള ആളാണ്, പിന്നെ ഈ വേദാസിറ്റിയുടെ അഭിമാനവുമല്ലേ. നീ ഇത് കണ്ടോ പേടറാം? ഈ വേദ സിറ്റിയിലെ എല്ലാ ഭാഗത്തും എന്റെ പേര് വളരെ പ്രശസ്തിയാണ്. സാർ, എന്നാ ഞാൻ വരട്ടെ കേട്ടോ. കുറച്ചു സമയത്തിനുള്ളിൽ എന്റെ ആൾക്കാർ ഇവിടെ വന്ന് സ്പ്രേ ചെയ്യും കേട്ടോ. ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്താ പുറത്തുവന്ന് നിൽക്കുന്നേ? ഓഹോ, ഒന്നുമില്ലേ ശിവ. അകത്തെ കൂറകളെ കൊല്ലാനുള്ള മരുന്നടിച്ചോണ്ടിരിക്കുക. അതാ ഞാൻ പുറത്തേക്ക് വന്ന് നിക്കുന്നത്. അയാള് പറഞ്ഞത് 2-3 മണിക്കൂറിന് അകത്തേക്ക് കേറാൻ പാടില്ല എന്നാ. ഓ, അതെ ശരി. അല്ല, നിങ്ങൾ ആ കള്ളനെ പിടിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പറയൂ വേഗം. അതെ ശിവ, ഒരു അടിപൊളി പ്ലാൻ ഉണ്ട്. പെസ്റ്റിസൈഡ് അടിക്കാൻ വന്നിട്ടുള്ള ആള് പറഞ്ഞു അത് ശരിക്കും സ്ട്രോങ് ആണെന്ന്. അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റ്സും വേറെ എവിടേക്കെങ്കിലും എടുത്ത് മാറ്റി വെച്ചോളാൻ പറഞ്ഞു അവൻ. അപ്പൊ തന്നെ എനിക്ക് സൂപ്പർ ഐഡിയ വന്നു. ഞാൻ അതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. ഇനി ആ കള്ളൻ വന്നാലും അവനൊന്നും കിട്ടില്ല. പെസ്റ്റിസൈഡ്സ് കൊണ്ട് ഫയലുകൾ ചീത്തയാവില്ല. മാത്രമല്ല, പെസ്റ്റിസൈഡ്സുകാരൊന്നും ഫയലുകൾ മാറ്റിവെക്കാൻ പറയുകയില്ല. സംതിങ് ഈസ് റോങ് ഹിയർ. ലഡു സിംഗ് സാറേ, പെസ്റ്റിസൈഡ് ഇവിടെയല്ല അടിക്കുന്നത്. ചിലപ്പോ നിങ്ങളുടെ വീട്ടില് ഫയല് മോഷ്ടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലോ? എന്റെ വീട്ടിൽ മോഷണമോ? ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞാൻ ലഡു സിംഗ് സാറിന്റെ വീട്ടിലേക്ക് ചെല്ലട്ടെ. നിങ്ങൾ ആ മരുന്ന് തെളിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോളൂ. അതെ, അവൻ എവിടെ പോയി? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അവന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇത്രയും നേരം പുറത്ത് നിൽക്കായിരുന്നല്ലോ. ഓഹോ, ചിലപ്പോ അയാള് പുറകത്തെ വാതിലിൽ കൂടി ഓടിക്കാണും. അവൻ എന്നെ മണ്ടനാക്കി ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. ശിവ, നിന്റെ സംശയം ശരിയായിരുന്നു. ഈ മരുന്നുകളിക്കാരൻ വേറെ ആരുമല്ല, ഫയല് മോഷ്ടാവാ. വേഗം വീട്ടിലേക്ക് ചെല്ലേ. താങ്ക് യു. നീ എന്തിനാ എന്റെ പുറകിൽ തന്നെ വരുന്ന കുട്ടി? എന്റെ ജോലിയിൽ എന്തിനാണ് നീ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഞാൻ ഒരുപാട് പരിശ്രമിച്ചു. അയാൾ കയ്യിൽ കിട്ടുന്ന പോലെ ഉണ്ടായി, പിന്നെ ഓടിക്കളഞ്ഞു. എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ശരി, ആ കാര്യം വിട്ടേക്ക്. ഞാനേ ഇപ്പൊ ഒരു പുതിയ കാര്യം നിങ്ങളോട് പറയാം. അതായത്, എനിക്ക് കിളികളെ പിടിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാനുണ്ടല്ലോ കൂടയ്ക്കകത്ത് ഇങ്ങനെ ധാന്യങ്ങൾ ഇടുമായിരുന്നു. കയറിന്റെ ഒരറ്റം ഞാൻ കൂടയ്ക്കകത്തും കെട്ടും, പിന്നെ ഒരറ്റം എന്റെ കയ്യിലും വെക്കാറുണ്ട്. അങ്ങനെ കിളികള് ധാന്യം കൊത്താനായിട്ട് കൊട്ടയുടെ അകത്തേക്ക് കയറുമ്പോ ഞാൻ പെട്ടെന്ന് കയറ് വലിക്കും. അങ്ങനെ കിളികൾ കൊട്ടയ്ക്കകത്താവും. നിനക്ക് എന്ത് നല്ല ഐഡിയ വരുന്നത്. നീ മിക്കപ്പോഴും വിട്ടിത്തരങ്ങളാണ് പറയുന്നതെങ്കിലും ചിലപ്പോ അതിൽ അർത്ഥമുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്റെ രേവ, എനിക്ക് എന്റെ ഐഡിയ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെയാണോ നീ എന്നെ പ്രശംസിക്കുന്നത്? പറ. അതിലാ നിങ്ങളുടെ ഐഡിയ ഒളിച്ചിരുന്നേ. ഇനി ഞാൻ ആ കള്ളനെ ട്രാപ്പ് ചെയ്യും. കഴിഞ്ഞ 2 ദിവസമായി ഒരവരൻ വേദ നഗരത്തിലുള്ള പോലീസ് സ്റ്റേഷനിൽ ഫയൽ മോഷ്ടിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അയാൾ ഉദ്ദേശിച്ച ഫയൽ ഇതുവരെയായിട്ട് അയാൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഊഹം. അതുകൊണ്ട് നമ്മുടെ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് എല്ലാ ഫയലുകളും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ പോവുകയാണെന്ന് വാർത്തകൾ ലഭിച്ചു. ഇന്ന് ആ ഫയലുകളെല്ലാം ഹൈ പ്രൊട്ടക്ഷനോടെയാണ് ഇവിടെ നിന്നും പോവുക. ഈ ഒരു അവസരം ഞാൻ പാഴാക്കുകയില്ല. ഇനി സമയം കളയാൻ പാടില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഫയൽ എടുത്തിരിക്കും. മര്യാദയ്ക്ക് വാനിന്റെ ഡോർ തുറക്ക. പുറകിലത്തെ ഡോറ തുറക്കാൻ പറഞ്ഞത്. വേഗം വാ. ശരി സാറേ, എന്നാ വന്നോളൂ. അങ്കിൾ, ഞാൻ ഇവിടെയാ ഉള്ളത്. ഓ, നീയാണോ? നിന്റെ ശല്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓ, അപ്പൊ ഇവന് സൈക്കിള് പറപ്പിക്കാനും അറിയാം. ഇപ്പൊ ശരിയാക്കി തരാം മോനെ ദിനേശ. അങ്കിൾ, ഞാൻ ഇവിടെയാ ഉള്ളത്. നിങ്ങൾ കാണുന്ന പോലെ എവിടെയില്ല. വേണമെങ്കിൽ ഒന്നും കൂടി ഫയർ ചെയ്തോളൂ. അല്ല, ഈ ചെക്കൻ എവിടുന്നാ സംസാരിക്കുന്നത്? ഒന്ന് മതിയാക്കൂ. ഞാൻ കള്ളനുമല്ല, ഫൈറ്ററും അല്ല. പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനൊരു ഐസ് മേക്കിംഗ് കാർ ഉണ്ടാക്കാൻ നോക്കിയതാ. പക്ഷെ കുറച്ച് ആൾക്കാർ എന്റെ ഫോർമുല തട്ടിയെടുക്കാൻ നോക്കി. ഞാനത് എതിർത്തപ്പോ ശത്രുക്കൾ എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി കളഞ്ഞു. ഇപ്പൊ ഞാൻ ഐസ് മേക്കിംഗ് കാർ ഉണ്ടാക്കി. എനിക്ക് എന്റെ പേര് പോലീസ് റെക്കോർഡിൽ നിന്ന് മാറ്റണമായിരുന്നു. അതുകൊണ്ടാ പോലീസ് സ്റ്റേഷനിൽ കയറി ഫയൽ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. സർ, നിങ്ങൾ ഇത്രയും നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും ലഡു സിംഗ് സർ നിങ്ങളെ സഹായിക്കും. എന്താ ലഡു സിംഗ് സർ, ഇദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ എല്ലാ ജനങ്ങളെയും നിങ്ങൾ അറിയിക്കില്ലേ? തീർച്ചയായിട്ടും ഞാൻ സഹായിക്കും ശിവ. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിരപരാധിത്വവും ഇവിടുത്തെ ജനങ്ങൾക്ക് ഞാൻ എന്തായാലും തെളിയിച്ചിരിക്കും. ഞാൻ നിങ്ങളോട് സത്യം ചെയ്യുന്നു. ഐ പ്രോമിസ്. താങ്ക് യു വെരി മച്ച് ലഡു സിംഗ് സാറേ. വളരെ നന്ദിയുണ്ട് ശിവ. എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ ഐസ്കേറ്റിംഗ് ചെയ്യാം. Watch India's largest kids library only on Jio Hotstar. Download the app now.